ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കാ ബജ്ജിയാണ്. മഴക്കാലമൊക്കെ ഇല്ലേ, കാ ബജ്ജിയും കട്ടനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിന്ന് കാ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കാ ബജ്ജിക്കായിട്ട് നമുക്ക് ആദ്യമേ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതിപ്പം കടലമാവാണ്. കടലമാവ് നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കാം. ടീസ്പൂണല്ല, ടേബിൾ സ്പൂണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി നമുക്ക് നമ്മുടെ മാവ് കലക്കിയെടുക്കാം. എന്നിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് കലക്കിയാൽ മതി. പരുവം നോക്കിക്കണം. കടലമാവായതുകൊണ്ട് വെള്ളം ശ്രദ്ധിച്ചൊഴിച്ച് കലക്കണം. നമ്മുടെ മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ നമുക്ക് ഒട്ടിയിരിക്കണം, നമ്മുടെ കായലത് കവർ ചെയ്തിരിക്കണം. കാബജിക്കായിട്ട് ഞാനിപ്പോൾ 2 കറിക്കായാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തേക്കാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് കീറി പീസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബജ്ജിക്ക് വേണ്ടുന്ന ഇതേപോലെ നീളത്തിൽ നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബജ്ജിക്കായിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ബജ്ജിക്ക് നമുക്ക് ആദ്യമേ നമ്മുടെ മാവിനകത്ത് മുക്കി കൊടുക്കാം. നല്ലോണമൊക്കെ ഒന്ന് ഡിപ്പായാൽ മതി. ഇതേപോലെ നല്ലോണമൊക്കെ കോട്ട് ചെയ്ത് നിൽക്കണം. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നും നമുക്ക് മാവിനകത്ത് ഡിപ്പ് ചെയ്ത് കണ്ടുണ്ടോ, ഇതേപോലെ നല്ലോണം കോട്ടഡായിട്ട് ഇരിക്കണം. കവർ ചെയ്ത് നമുക്ക് അതിനകത്തോട്ട് ഇടാം. തങ്ങളി ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണം. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്നത് നമ്മുടെ ബജ്ജിയെല്ലാം നല്ല ഉണക്കം മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സൈഡും കൂടി നമുക്ക് മുരിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കറുമുറ ആവണം. അപ്പോൾ നമ്മുടെ കായ ബജ്ജി നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതങ്ങ് കരിച്ച് കളയാതെ കോരാം. രണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറുമുറ കാ ബജ്ജി നമ്മളിതേ ഉണ്ടാക്കിയെടുത്തേക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനെ കൊണ്ട്. നമ്മൾ ഒരുപാട് മസാലയ്ക്കകത്ത് ഒരുപാട് എരിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇതേപോണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.